വെൽക്കം ബാക്ക് ടു ജേണി ഓഫ് മാലൂട്ടീൻസ്. ജേണി ഓഫ് മാലൂട്ടീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളൊരു പ്രോപ്പർ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 വർഷം മുമ്പിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സ്പെൻസ് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ നിമിഷം വരെയും ഓരോ ഇൻടേക്ക് വരുംതോറും ആ വീഡിയോസ് കണ്ടിട്ട് ഇൻഫോർമേഷൻസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു 3 വർഷത്തിന് ശേഷം എങ്ങനെയുണ്ട് UK ലൈഫ്, ഇപ്പോഴും ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിനോടൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും 3 മെയിൻ കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കവർ ചെയ്യാമെന്ന് വെച്ചു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഞാൻ പറയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് ചോദിച്ചത് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച്. അപ്പോൾ യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് മിക്ക പേരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ജെന്യുവൻ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പോലെ നമുക്ക് ഇപ്പോൾ എന്തോ ഒരു IIT IIM ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുന്ന് പെട്ടെന്ന് പ്ലേസ്മെൻറ്റ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് പ്രത്യേക ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് വരും. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. എക്സെപ്റ്റ് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വേറൊരു കാറ്റഗറിയാണ് ഓഫ് കോഴ്സ്. അതല്ലാതെ നമ്മുടെ ഒട്ടുമിക്ക ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും വലിയ ഗ്രേറ്റ് ആണ്. അതുവഴി നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് ഉള്ളത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പാർട്ട്ണർഷിപ്പുകളുണ്ട്. കുറേ കമ്പനികളായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങളാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ. അല്ലാതെ നോക്കുകയെന്നുണ്ടെങ്കിൽ അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ കൊടുക്കുന്ന എല്ലാ കോഴ്സസിനും ഇൻറ്റേൺഷിപ്പോ പ്ലേസ്മെൻറ്റോ ഉള്ളൊരു കോഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വക തന്നെ അവർ കുറേ പാർട്ട്ണർഷിപ്പ് കണ്ടെത്തി കുറേ പ്ലേസ്മെൻറ്റ് ഫെയേഴ്സ് നടത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പിന്നീടുള്ളൊരു കാര്യമാണ് അവർക്ക് യൂണിവേഴ്സിറ്റി വഴിയായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് CV ക്രിയേറ്റ് ചെയ്യാനും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും അങ്ങനെ കുറേ 1-to-1 സെക്ഷൻസ് അങ്ങനെ കുറേ ഹെൽപ്പുകൾ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ യൂണിവേഴ്സിറ്റിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എസ്പെഷ്യലി ഞാനൊരു യൂണിവേഴ്സിറ്റിയും താഴ്ത്തി പറയുകയല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ചിലരൊന്നും ആ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിൽ പോകുന്നു, വരുന്നു, അറ്റൻഡൻസ് കിട്ടുന്നു, ഓൺലൈനിലെല്ലാം സബ്മിറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു കണക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരത്രയും ഹെൽപ്ഫുള്ളും അല്ല. നമ്മൾ തന്നെ എല്ലാം സെക്യൂർ ചെയ്യണം. അത് കമ്പയർ നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ഈ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്ത് എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റി പോയി എല്ലാ കാര്യങ്ങളും നോക്കുകയെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് പേഴ്സണലി എന്നെയും എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സിനെയും എൻ്റെ സിസ്റ്ററിനെയും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് വഴിയാണ് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് സെക്യൂർ ആയതും ജോബ് കിട്ടിയതും. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്നിരുന്നാലും പലരുടെയും എക്സ്പീരിയൻസ് പലതാണ്. ഈവൻ ഞാനും സോജയും ഒരേപോലെ ഒരേ ബാക്ക്ഗ്രൗണ്ടിലും ഒരേ സിറ്റുവേഷൻസിലും വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സെയിം കാറ്റഗറിയിലോട്ട് വന്നിട്ടും സെയിം കോഴ്സ് പഠിച്ചിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരേ യൂണിവേഴ്സിറ്റിയിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ പഠിച്ചവർക്ക് പോലും പല എക്സ്പീരിയൻസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണോ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മളത് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി സൂപ്പറാണെന്ന് ഒരു യൂണിവേഴ്സിറ്റി ബാഡാണെന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസീവ് ചെയ്തു എന്നനുസരിച്ച് അതിനായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഡിസിഷൻ ഞാൻ അതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് MBA പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ആകാൻ ആഗ്രഹം. ഒരു ഓഫീസ് ജോബ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ പെയ്ഡ് സാലറി ജോബ് എന്ന ഉപരി കുറച്ചുകൂടി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവാൻ ശ്രമിക്കുക. ചിലർക്ക് അതിപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഒരു കോഴ്സ് എടുത്ത് ചൂസ് ചെയ്ത് വരും. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു വലിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഏത് ഫീൽഡിലാണ് കുറച്ചുകൂടെ ഗ്രേറ്റ് ആവാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ മേ ബി ഒരു ക്ലാരിറ്റി വരുമായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര രൂപ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്യാൻ പറ്റും, എത്ര വർഷം എനിക്ക് ഇവിടെ നിൽക്കണം, എത്ര പൈസ എനിക്ക് ഉണ്ടാക്കണം,
ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കൊരു യൂണിവേഴ്സിറ്റി സൂപ്പറാണെന്നോ ഒരു യൂണിവേഴ്സിറ്റി മോശമാണെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരുന്നു. സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യൻ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഓഫ് കോഴ്സ് അതും പെർസ്പെക്റ്റീവും നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നതെന്നനുസരിച്ചുമാണ്. ബട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു ടഫ് സ്റ്റേജാണ് പാർട്ട് ടൈമിന്. ഓഫ് കോഴ്സ് ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് പാർട്ട് ടൈമുകളൊക്കെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരുപാട് പേര് ഫുൾ ടൈം ചെയ്യാനുണ്ട്, ഒരുപാട് പേര് 40 hours ചെയ്യാനുള്ളപ്പോൾ 20 hours എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അവർക്ക് 40 hours എടുക്കുന്നത് തന്നെയാണ്. അതാണ് ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് സ്റ്റുഡൻറ്റ് പിന്നീട് നല്ല ഡിഫിക്കൽട്ടായിരിക്കും, അത് തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ വരിക. ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി ആയിട്ട് വരാൻ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവും ലൈഫ്. അപ്പോൾ പാർട്ട് ടൈം കുറച്ച് ടഫാണ്. ഓഫ് കോഴ്സ് ഫുൾ ടൈമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വഴിയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് സെക്യൂർ ആയത്. 1 year കോഴ്സായിരുന്നു. സെക്കൻഡ് ഇയർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി വഴിയാണ് എനിക്ക് ഫുൾ ടൈം കിട്ടിയത്. ഓഫ് കോഴ്സ് ഞാൻ ചൂസ് ചെയ്ത ഫീൽഡ് ഹോസ്പിറ്റാലിറ്റി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റാലിറ്റി ഇവിടെ കുറച്ചുകൂടെ കമ്പയർ ചെയ്ത് വേറെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് പ്രൊഫഷണൽ ഫീൽഡ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിനെക്കാട്ടിലും ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് വൈഡർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി ഫീൽഡാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. ബട്ട് അതേസമയം പലർക്കും പല ഇഷ്ടങ്ങളാണ്, പല കാറ്റഗറിയിലായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ടഫായിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡിൽ തന്നെ ഫുൾ ടൈം ചെയ്യുന്നവരുണ്ട്. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. കെയർ ഹോം ജോബ് ഒന്നും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ജോബ് ഒന്നും മോശമെന്നല്ല, ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് കാര്യം. അപ്പം നിങ്ങൾക്ക് ഒരു ഫൈനാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ടഫ് തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ UK. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഈസ് സ്പോൺസർഷിപ്പ്. കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട്, ഈവൻ ഇവിടെ ഉള്ളവരായാലും നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവരാണെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ അതിന് ഒരു പ്രോപ്പർ ട്രാക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ട്രാക്ക് ഓൾറെഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് ഞാനൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഞാൻ മുൻപേ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാനൊരു ലിസ്റ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഫ്യൂച്ചറിൽ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അത് ഓഫ് കോഴ്സ് ഞാനൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഈ ഒരു സ്പോൺസർഷിപ്പ് സ്റ്റേജ് വരെ മുൻപേ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരുന്നേനെ എന്നുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ടു സ്പോൺസർഷിപ്പ്. 200% പാടാണ്. ഇമ്പോസിബിൾ എന്നല്ല ഞാൻ പറയുന്നത്, പാടാണ് സ്പോൺസർഷിപ്പ് സെക്യൂർ ചെയ്യാൻ. കാരണം എസ്പെഷ്യലി ഇപ്പോൾ റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി, ഇമിഗ്രേഷൻ റൂൾസൊക്കെ മാറാനുള്ള ചാൻസ്, വൈറ്റ് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതുവരെ ഒന്നും സാങ്ഷൻ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ സാലറി ക്രൈറ്റീരിയ കൂട്ടിയതോടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ടഫായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഒരു 1 year 2 year മുമ്പ് വരെ കുറച്ചുകൂടെ സ്പോൺസർഷിപ്പിന് കുറച്ചുകൂടെ ചാൻസസ് കൂടുതലായിരുന്നു. കാരണം സാലറി ക്രൈറ്റീരിയ കുറവായിരുന്നതുകൊണ്ട് തന്നെ കുറേ പേര് ആ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പം ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് പോലും സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ കുറേ പേരെ കണ്ടിട്ടുള്ളത്. ഒരിക്കലും ഒന്നും ഇമ്പോസിബിൾ അല്ല. നിങ്ങൾ എങ്ങനെ അത് എടുക്കുന്നു, നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും പല കാര്യങ്ങളും. പിന്നെ സംതിങ് ബിയോണ്ട് അവർ കൺട്രോളും ഉണ്ട്. അതിൽ ഒരു കാറ്റഗറി തന്നെയാണ് സ്പോൺസർഷിപ്പ്. അപ്പോൾ കുറച്ചുകൂടെ ടഫാണ്. കുറേ കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനകത്തൊരു ടിപ്പായിട്ട് പറഞ്ഞു തരാനുള്ളത്. വരുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് വഴിയോ കുറേ കൂടെ കണക്ഷൻസ് ഉണ്ടാക്കുക. പാടാണെന്ന് പറയുന്നതിനെക്കാട്ടും ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം ഈ സ്പോൺസർഷിപ്പിന്. ഇതൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചതിൽ ഒന്നാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ്
സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക. ഈ ലൈസൻസ്ഡ് സ്പോൺസർഷിപ്പ് ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനി ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. അതിനകത്ത് എത്ര സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് സെക്യൂർ ആവുന്നതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. ഈ ഒരു കമ്പനിയിൽ എൻട്രി പൊസിഷൻ എങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. സാലറി കുറവായിട്ട് നിങ്ങൾ നോക്കുന്ന പൊസിഷൻ ആവാതിരിക്കട്ടെ, ബട്ട് സ്റ്റിൽ ആ ഒരു കമ്പനി കയറി പറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എൻട്രി പൊസിഷൻ ആയാലും നിങ്ങൾക്ക് നോക്കുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾ കയറി ആ കമ്പനി നിങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ആ കമ്പനിക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്കോ ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത പൊസിഷനിലേക്ക് ആ കമ്പനിയിലേക്ക് മൂവ് ഓൺ ചെയ്യുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങളുടെ കമ്പനിനകത്ത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ മൂവ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വൺ ഓഫ് ദ ഒരു ടിപ്പാണ്. അങ്ങനെ പാർട്ട് ടൈം തൊട്ടേ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് വേണ്ടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ എണ്ണം അനുസരിച്ച് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സോന ആർ ജോൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെയും പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വെൽക്കം അബ്രോഡ്. ബൈ.